വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ജീവിതത്തിൽ സഹനങ്ങൾ അനിവാര്യമാണ്. നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും. നാം അഭിമുഖീകരിക്കാൻ പോകുന്ന സഹനങ്ങളെ മുൻകൂട്ടി അറിയുക എന്നത് വളരെ വേദനാജനകമാണ്, ഭയാനകമാണ്. ഇതാണ് ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികം സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ഈശോ കടന്നു പോകണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് ശിഷ്യന്മാർക്ക് വിശദീകരിക്കുന്ന ഭാഗമാണിത്. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യും. അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവരവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയിർത്തെഴുന്നേൽക്കും. താൻ കടന്നു പോകേണ്ടി വരുന്ന ദുഃഖങ്ങളുടെയും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും എല്ലാം ഓർമ്മകൾ ഈശോയ്ക്കുണ്ട്. അവയെല്ലാം ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു ഭാഗം ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സഹനങ്ങളെ അതിൻ്റെ യഥാർത്ഥ ആഴങ്ങളിൽ അനുഭവിച്ചറിയുവാനും തിരിച്ചറിയുവാനും അതനുസരിച്ച് ദൈവിക മഹത്വത്തോടുകൂടി അത് സ്വീകരിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം. ഈ എല്ലാ സഹനങ്ങൾക്കും പിന്നിൽ ഒരു വലിയ മഹത്വമുണ്ട്. ഈ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ പരിമിതമായ ബുദ്ധിക്ക് അപര്യാപ്തമാണ്. ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞവർക്ക് സഹനത്തിന് പിന്നിലുള്ള മഹത്വം ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവിക ജ്ഞാനം കൊണ്ട് ഈശോ നിറഞ്ഞിരുന്നു. വിശുദ്ധർക്കും ഈ ദൈവിക ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. അമ്മ ത്രേസ്യയോട് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നതിന് താൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ ത്രേസ്യ പറഞ്ഞു, എനിക്ക് സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, എനിക്ക് മരിക്കേണ്ട, ഈശോയെ പ്രതി കൂടുതൽ കൂടുതൽ സഹിച്ചാൽ മതി. നമുക്ക് ഏറ്റവും പരിചിതയായ വിശുദ്ധ അൽഫോൻസ അമ്മ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ അങ്ങയെ പ്രതി സഹിക്കാൻ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ എനിക്ക് നൽകണമേ എന്ന്. സഹനത്തിൻ്റെ മഹത്വം, ആഴം, സഹനത്തിൻ്റെ മാധുര്യം ഇതെല്ലാം പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞവർക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കാൻ, ദൈവിക കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കാൻ, ഏറ്റവും സന്തോഷത്തോടെ സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ.